വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 2024 ബന്ധപ്പെട്ട ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോർപ്പറേഷനിൽ നമ്മുടെ CSEBയുടെ സിലബസ് വന്നപ്പോൾ നമ്മുടെ കോർപ്പറേഷനിൽ 13ാമത്തെ മൊഡ്യൂളായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫണ്ടുകളും സ്കീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ, അതായത് ഓരോ ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട സ്കീമുകൾ ഗവൺമെൻറ് ഇറക്കാറുണ്ട്. അപ്പോൾ അതിലെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ലോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ സ്കീമിലാണ് കൂടുതലായിട്ട് പറയാറ്. അപ്പം ആ എല്ലാ സ്കീമുകളും നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയ സ്കീമാണ് കേരള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 2024 കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് മാത്രം നമുക്ക് പറഞ്ഞ് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ് നമ്മളിപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ് പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ മോഡൽ എക്സാം സീരീസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളൊരു ഫോൾഡറിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിൻ്റെയൊക്കെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് നോട്ടാണ്, അത് നന്നായി വായിച്ചിട്ട് ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രം, അതായത് റാങ്ക് മേക്കിംഗ് ആയി ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ 1-2 പ്രാവശ്യം പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കേരള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 2024 എന്താണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The revival fund proposed as a support mechanism for cooperative societies is to be created by pooling assistance from the state government and loans secured from the reserve funds of cooperative societies. ഇതാണ് ഈ റിവൈവൽ ഫണ്ട് സ്കീം എന്ന് വെച്ചാൽ. അതായത് റിവൈവൽ ഫണ്ട് സ്കീം ഒരു സപ്പോർട്ട് മെക്കാനിസമാണ്. ആർക്കല്ലേ? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസമാണ്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അസിസ്റ്റൻസ് പൂള് ചെയ്യുക, എല്ലാവരുടെ ഫണ്ടുകളും കൂട്ടിയിട്ട് ആണ് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ. പൂളിങ് അസിസ്റ്റൻസ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നുണ്ട്, പിന്നെ മറ്റ് സൊസൈറ്റികളുടെ റിസർവ് ഫണ്ടിൽ നിന്നും ലോണ് കൊടുക്കുക. ഓക്കെ, അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ എന്നുള്ള വഴിയെ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ നിന്നാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലോൺ കൊടുക്കുക. അങ്ങനെയാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, അവർ റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്കീമുമായി ബന്ധപ്പെട്ട ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് കേരള ഓഗസ്റ്റ് 29, 2024 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കീം എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തത് കേട്ടോ. അപ്പോൾ ഡേറ്റ് ഓർത്ത് വയ്ക്കണം. കേരള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നാ വന്നത്? ഓഗസ്റ്റ് 29, 2024 സ്കീം വന്നത്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 57E എന്ന് പറഞ്ഞ സെക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 57 എന്തായിരുന്നു? നമ്മുടെ ഫണ്ടുകളുടെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുള്ളത് അല്ലേ. പലതരത്തിലുള്ള ഫണ്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട് 57 എങ്ങനെയൊക്കെയാണ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അതിലൊരു ഭാഗമാണ് ഈ ഒരു 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അവിടെ ഏതൊക്കെ ഫണ്ടുകൾ വെച്ചിട്ടാണ് ഇത് പിന്നെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എങ്ങനെ ഫുൾ കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. അതൊക്കെ സ്കീമിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ നോക്കേണ്ട കാര്യം എന്താണ്? ഗവൺമെൻറ് ഓഫ് കേരള ഇഷ്യൂ ചെയ്ത ഡേറ്റ് പഠിക്കണം, ഓഗസ്റ്റ് 29, 2024. എന്താണ് റിവൈവൽ ഫണ്ട് സ്കീം എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ, അതായത് വളരെ ഫിനാൻഷ്യലി വീക്കറും റിമൈനിങ് ഡോർമെൻറ്റ് പൊസിഷനിലുമുള്ള ഒരു സൊസൈറ്റികൾക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം ഈസ് ടു ഓഫർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈഡ് ഹിയറിൻ ഫോർ ദ പർപ്പസ് ഓഫ് റിവൈവിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ ഫിനാൻഷ്യലി വീക്കർ. അതുപോലെ തന്നെ അവർ തുടർച്ചയായിട്ട് ഡോർമെൻറ്റ് പൊസിഷനിൽ കിടക്കുകയാണ്. ഓക്കെ, ഡ്യൂ ടു സർട്ടൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ കൊണ്ടാവാം, എന്തെങ്കിലും ഓവർ ഡെറ്റ്സോ അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് കൂടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഇറ്റ് ഓൾസോ ഇൻറ്റൻസ് ടു റീസ്റ്റോർ ദ ഓപ്പറേഷണൽ വയബിലിറ്റി. അവരുടെ ഓപ്പറേഷണൽ വയബിലിറ്റി റീസ്റ്റോർ ചെയ്യണം അല്ലേ, തിരിച്ചു പിടിക്കണം, എന്നിട്ട് സസ്റ്റൈനബിലിറ്റി ഉയർത്തണം. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് കണ്ടിന്യൂഡ് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് അവരുടേതായ സംഭാവനകൾ നൽകാനും നമ്മുടെ കേരളത്തിൻ്റെ ഇക്കോണമിക്ക് അവർ ഹെൽപ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്? ആദ്യം ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, ഈ ഒരു KCS ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി ആയിരിക്കണം. വേറെ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് അൺരജിസ്റ്റേർഡ് ആയിട്ട് വർക്കിംഗ് ഉള്ള ഒരു സൊസൈറ്റിക്ക് ഈ ഒരു രീതിയിൽ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഷോൾ ബി എലിജിബിൾ ടു ബി കൺസിഡേർഡ് ഫോർ ദ ബെനിഫിറ്റ്സ് അണ്ടർ ദിസ് സ്കീം. അവർ മാത്രമേ ഈ സ്കീമിൽ ബെനിഫിറ്റ് അനുഭവിക്കാൻ അവർക്ക് മാത്രമാണ് ഉള്ളത്.
റൈറ്റ്സ് ഉള്ളത് കേട്ടോ. പിന്നെ സൊസൈറ്റീസ് ഓപ്പറേഷൻ ഹാസ് ബിക്കം സ്ലഗ്ഗിഷ് ആയിരിക്കും ഡ്യൂ ടു ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അവർക്ക്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ലാക്ക് ഉണ്ടായിരിക്കാം, ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ ഒരു റിവൈവൽ സ്കീം എന്ത് ചെയ്യേണ്ടത്, ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. ഓൺലി ദോസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അവർ വീക്കറായിരിക്കണം, റിമൈൻ ഡോർമെൻ്റ് ആയിരിക്കണം, അവർക്ക് വയബിൾ ഗെയിനിങ് സ്ട്രെങ്ത് കിട്ടിയിട്ട് അവർ റിവൈവ് ചെയ്യാനുള്ള ഒരു ശക്തിയും അവർക്കുണ്ടായിരിക്കണം. ഓക്കെ, അവർക്കൊക്കെയാണ് കൊടുക്കുക കേട്ടോ, ഫണ്ട് നോർമലായിട്ട് കൊടുക്കുക. ഇനി ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രധാനമായിട്ട് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് കൊടുക്കുമ്പം എമൗണ്ട് സാങ്ഷൻ ചെയ്യുമ്പം ഇതിനൊരു മൊറട്ടോറിയം പീരീഡ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൊറട്ടോറിയം റീപേയ്മെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 2 വർഷം മൊറട്ടോറിയം പീരീഡാണ്. മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് അടയ്ക്കേണ്ട ഇളവ് അനുവദിക്കുന്ന വർഷമാണ് 2 വർഷം. പക്ഷേ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കേസിലൊക്കെ അറിയാം, മൊറട്ടോറിയം പീരീഡ് ഉണ്ടായിരിക്കും. ആദ്യത്തെ 1 വർഷം അടയ്ക്കേണ്ട, പിന്നെ എത്ര നാളാണ് നമ്മൾ എടുക്കുന്നത്, ജോലി കിട്ടിയതിന് ശേഷമാണ് പിന്നെ അടയ്ക്കേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊറട്ടോറിയം പീരീഡ് ഉണ്ടായിരിക്കും. ആ മൊറട്ടോറിയം പീരീഡ് ആ സമയത്ത് ഇൻട്രസ്റ്റ് അവർ വേറൊരു അക്കൗണ്ടിൽ ഇടുന്നുണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ അടച്ചു തുടങ്ങിയാൽ മതി. അതേപോലെ തന്നെ മൊറട്ടോറിയം പീരീഡ് 2 വർഷമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റീപേയ്മെൻറ്റ് തിരിച്ചടയ്ക്കണം കേട്ടോ. അതൊന്നും ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത് കേട്ടോ. അവർ റിസർവ് ഫണ്ട് എടുത്തിട്ട് ഇവർക്ക് കൊടുത്തിട്ട് പിന്നെ ഫ്രീ ആയിട്ടല്ല, ഇവർ തിരിച്ചടയ്ക്കണം. അപ്പോൾ അതിനുള്ള റീപേയ്മെൻറ്റിന് 5 മുതൽ 10 വർഷം കാലയളവാണ് കൊടുക്കുക. സോ അത് നോട്ട് ചെയ്യണം, 5 to 10 ഇയേഴ്സ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫണ്ട്, ഈ ഒരു സ്കീമിലെല്ലാം പവർഫുള്ളായി നിൽക്കുന്നത് ഈ ഒരു അതോറിറ്റിയാണ്, അത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി. അവരാണ് കോമ്പിറ്റൻ്റ് ടു ഡിറ്റർമിൻ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് തിരിച്ചടവിൻ്റെ കാലയളവ് എത്ര നാൾക്കകം അവർ തിരിച്ചടയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്, ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് കേട്ടോ. സോ ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ മൊറട്ടോറിയം പീരീഡ് എത്രയാണ്, ആദ്യത്തെ 2 വർഷം മൊറട്ടോറിയം പീരീഡാണ്. പിന്നെ 5 മുതൽ 10 വർഷത്തിനുള്ളിൽ അവരെന്തായാലും തിരിച്ചടയ്ക്കണം. അതിൻ്റെ കാലയളവ് തീരുമാനിക്കുന്നതും ഇൻസ്റ്റാൾമെൻറ്റ് സ്ട്രക്ചർ തീരുമാനിക്കുന്നതും ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നതും ആരാണ്, സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോറം, ഇതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോറം ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നത് ആരാണ്, രജിസ്ട്രാറാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് ഓർക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഫണ്ടിലേക്ക് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് അത് നമ്മുടെ 57E വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 57E പറഞ്ഞിട്ടുണ്ട്, സ്കീമിലും പറഞ്ഞിട്ടുണ്ട്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിവൈവൽ, ഈ ഫണ്ട് സ്കീം എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട്, അതായത് റിഫേർഡ് ടു ഇൻ ക്ലോസ്, അതായത് 56(1) പറഞ്ഞിട്ടുള്ള ഫണ്ടിൻ്റെ 50% കൂടാത്ത തുക കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 56(1) എന്താ പറയണത്, 56(1) പറയണത് 15% നമ്മുടെ റിസർവ് ഫണ്ട്, നോട്ട് ലെസ് ദാൻ 15% ആസ് റിസർവ് ഫണ്ടായിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അങ്ങനെ 15% മാറ്റി വെച്ച തുക, 15 നോട്ട് ലെസ് ദാൻ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച തുകയുടെ 50% അധികരിക്കാത്ത തുകയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഇതിലേക്ക് മാറ്റി വെക്കേണ്ടത്. എന്തിലേക്ക്, റിവൈവൽ ഫണ്ട് സ്കീമിലേക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1,00,000 രൂപ അവർ റിസർവ് ഫണ്ടായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ 50,000 അധികരിക്കാത്ത തുക, അതായത് 50,000 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, ഇവർ ഈ ഒരു ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. വെറുതെ അല്ല കേട്ടോ, അവർക്ക് വെറുതെ ഒന്നുമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് പോലെ തന്നെയാണത് കാണുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത തുക അങ്ങനെയല്ല, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ആൻഡ് എമൗണ്ട് വിച്ച് ഈസ് നോട്ട് മോർ ദാൻ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സൊസൈറ്റീസ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഉണ്ടായിരിക്കും, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ അവർ ഇതുപോലെ മാറ്റി വയ്ക്കുന്ന അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% അധികരിക്കാത്ത തുകയിൽ നിന്നും വേണമെങ്കിലും എന്ത് ചെയ്യാം, അവർക്കും ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. പിന്നെ പറയുന്നത് സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ഗവൺമെൻറ്, കാലാകാലങ്ങളിൽ കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ എമൗണ്ട് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും ഫണ്ട് ഈ രീതിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏതെങ്കിലും ഫണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി കേട്ടോ. അപ്പോൾ അത് ഭാവിയിലേക്ക് വേണ്ടി വെച്ചതാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാം, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ്, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ റിസർവ് ഫണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിന്ന് 50% കുറയാത്ത തുക, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടായിട്ട് നീക്കി വെച്ചതിന്നും 50% കൂടാത്ത എമൗണ്ടാണ്. 50% ആ ഒരു റേഞ്ചിലുള്ളതാണ്. നോട്ട് മോർ ദാൻ 50% എന്ന് പഠിച്ചോളൂ കേട്ടോ. നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ടും, അതുപോലെ തന്നെ നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും
ഇനി സച്ച് ഗ്രാൻഡ്സ് ഫ്രം ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ എനി അതർ എമൗണ്ട്സ് ക്രെഡിറ്റഡ് ടു ദിസ് ഫണ്ട്. ഇതൊക്കെ കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഫണ്ട് പെർമിഷൻ, ആരുടെ പെർമിഷൻ വേണം ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനും ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. പക്ഷേ രജിസ്ട്രാർക്കാണ് ഇത് വിഡ്രോ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും. അതിൻ്റെ കസ്റ്റഡിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രാറാണ്. പക്ഷേ ആരോട് ചോദിക്കണം ഇതെന്ന്? ഹൈ ലെവൽ കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. അതിനുശേഷം കസ്റ്റോഡിയനാണ് രജിസ്ട്രാർ, അലോക്കേഷൻ നടത്തുന്നതും രജിസ്ട്രാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇങ്ങനെ ശേഖരിച്ചു വെച്ച തുക നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യാം. എവിടെ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഇറ്റ് ഷാൾ ബി എൻഷുർഡ് ദാറ്റ് സൊസൈറ്റിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. കൊടുത്ത സൊസൈറ്റിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്യാരണ്ടീഡ്. അവർക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇടുകയായിരുന്നെങ്കിൽ അവർക്ക് റിസർവ് ഫണ്ടിന് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടിൽ നിന്നും കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വിച്ച് ഈസ് നോട്ട് ലെസ് ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതിലും കുറഞ്ഞൊരു എമൗണ്ട് ഇവർക്ക് കൊടുത്തവർക്ക് നഷ്ടമല്ലേ? കാരണം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അത് നല്ല കാര്യത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ കുറയാത്ത തുക തന്നെ കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം, നിർബന്ധമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും എങ്ങനെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ FD ആയിട്ടിടാം, FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിടാം, അല്ലെങ്കിൽ ഒരു കൺസോർഷ്യം, ഈ ഒരു ആക്ടിന് കീഴിൽ ഒരു കൺസോർഷ്യമായിട്ട് ഫോം ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അല്ലാന്ന് വെച്ചാൽ മറ്റേതെങ്കിലും സ്കീമിലോ പ്രൊജക്റ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് ആരുടെ അംഗീകാരം വേണം? സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്. അവർ രണ്ടു കൂട്ടരും പെർമിഷൻ വാങ്ങിയിട്ട് ആസ് ഡിസൈഡഡ്, അവർ രണ്ടുപേരും ഡിസൈഡ് ചെയ്യണം കേട്ടോ. ഡിസൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി ഓർ ആരെങ്കിലും ഒരാൾ, ഓറാണല്ലോ ഓർ എനി അതർ മാനർ സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെൻറ് പറയണ ഏതെങ്കിലും മാനറിലായാലും മതി. ഓക്കെ. എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ലെസ് ദാൻ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ രജിസ്ട്രാറാണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്ട്രാർക്ക് വേണ്ടിയിട്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ രജിസ്ട്രാർ ഉണ്ടായിരിക്കും കേട്ടോ. പ്ലാനിങ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ അഡീഷണൽ രജിസ്ട്രാറാണ്. അതായത് രജിസ്ട്രാർ ഓഫീസിലുള്ള ആളെന്നെയാണ് ഇതിൻ്റെ ഫണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യണം. അഡീഷണൽ രജിസ്ട്രാറാണ് ഈ ഒരു പ്ലാനിങ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് പിന്നെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ പ്ലാനിങ് ആൻഡ് ICTP. അപ്പോൾ അവരാണ്, ആ ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രാറാണ്, ഫണ്ട് മാനേജറായിട്ട് ഈ സ്കീമിന് വർക്ക് ചെയ്യുക കേട്ടോ. രജിസ്ട്രാർ ഓഫീസിൽ അഡീഷണൽ രജിസ്ട്രാറാണ് ഈ ഒരു ഫണ്ട് മാനേജറായിട്ട് സ്കീമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രിപ്പറേഷൻ, പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, അലോക്കേഷൻ, യൂട്ടിലൈസേഷൻ ഫണ്ട് അതൊക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്നാണ്. ഈ എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആർക്കാണോ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ആവശ്യമുള്ളത് അവരാണ് ഈ പ്രോജക്റ്റ് ഡോക്യുമെൻറ്റ് ഫോർ റിവൈവൽ ആൻഡ് സബ്മിറ്റ് ചെയ്യും. ആർക്ക്? സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി കേട്ടോ. ആരിലൂടെയാണ്? രജിസ്ട്രാറിലൂടെയാണ് എന്ത് ചെയ്യുക? ഇവർക്ക് സമർപ്പിക്കുക. ഓക്കെ. പക്ഷേ അത് റെക്കമെൻഡ് ചെയ്യേണ്ടത് ആരാണ്? ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് ഇവിടെ എല്ലാം എന്ന്. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നില്ല, അവർ മുകളിലുള്ള ആൾക്കാരാണ്. കാരണം മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർമാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നില്ല. അവരെ തൊട്ട് താഴെ മോണിറ്ററിംഗ് പിന്നെ സെല്ലുകളുണ്ട്, അവരാണ് വർക്കിംഗ് ഒക്കെ നടത്തുന്നത്. മറ്റത് മേലെ ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ താഴത്തുള്ളവരാണ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ആണ് റെക്കമെൻഡ് ചെയ്യുക. ഇവർ പിന്നെ വേണോ വേണ്ടേ, ഇവർ വയബിൾ ആണോ അതോ ഇവർ പ്രശ്നത്തിലാണോ എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് അവരാണ്. അവർക്ക് റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് തട്ടിലുണ്ട്, എല്ലാ തട്ടിലും ഓരോരുത്തരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. രജിസ്ട്രാറിലൂടെ തന്നെയാണ് റെക്കമെൻഡേഷൻ പോകുന്നത്. രജിസ്ട്രാർക്ക് കൊടുക്കുന്നു, രജിസ്ട്രാർ അത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിക്ക് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം സ്കീം ഉണ്ടാക്കേണ്ടത് ആ ഡിസ്ട്രസ്റ്റ് സൊസൈറ്റിയാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്കീം ഉണ്ടാക്കേണ്ടത് ഡിസ്ട്രസ്റ്റ് ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരാണ് സ്കീം പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ സ്കീം പ്രിപ്പയർ ചെയ്ത് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ആ ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി രജിസ്ട്രാർക്ക് കൊടുക്കുന്നു, രജിസ്ട്രാർ അത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ അലോക്കേഷൻ, ഫണ്ട് അലോക്കേഷൻ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് കേട്ടോ. പക്ഷെ അത് പിന്നെ ആരിലൂടെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാറാണ് കസ്റ്റഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് അലോക്കേഷൻ ഓഫ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് ആളാണ്. പക്ഷെ ഫണ്ടിൻ്റെ കസ്റ്റഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാറാണ്. ഓക്കെ,
ഇനി ഈ റിവൈവൽ സ്കീം പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? ഡിസ്ട്രസ്ഡ് സൊസൈറ്റിയാണ്. എന്നിട്ട് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അവർ റിവ്യൂ ചെയ്തതിന് ശേഷം അവരൊരു ക്ലിയർ റെക്കമെൻഡേഷൻ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിക്ക് കൊടുക്കും. രജിസ്ട്രാറിലൂടെ കൊടുക്കും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോഴാണ് ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി സ്ക്രൂട്ടിനൈസ് ചെയ്യും, ആപ്ലിക്കേഷനൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്യും എത്ര തുക അനുവദിക്കാം എന്നതിനെ കുറിച്ചിട്ട് പറയും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയിൽ 9 മെമ്പേഴ്സാണുള്ളത്. എത്ര മെമ്പേഴ്സാണുള്ളത്? സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയിൽ 9 മെമ്പേഴ്സാണുള്ളത്. അപ്പോൾ ആരാണ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ആണ് ചെയർമാൻ കേട്ടോ. സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ഒരു മെമ്പറാണ് കേട്ടോ. അതായത് സെക്രട്ടറി ടു ഗവൺമെൻറ് ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, പിന്നെ SCയുടെ പ്രസിഡൻ്റ് ഉണ്ട്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, പിന്നെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് അതിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, പിന്നെ ഒരു അഡീഷണൽ രജിസ്ട്രാർ, ക്രെഡിറ്റിൻ്റെ ഒരു അഡീഷണൽ രജിസ്ട്രാർ വരുന്നുണ്ട്. 2 എക്സ്പേർട്ടുകളെ നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഓക്കെ, അങ്ങനെ 9 അംഗ ആൾക്കാരാണ് ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിക്ക് ഉള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവർ നമ്മൾ പറഞ്ഞു വളരെ ഹൈ ഒഫീഷ്യൽസ് ഉള്ളതാണ്. അതിന് താഴെയുള്ള ഈ സെല്ലുകളാണ് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിങ് സെല്ലുണ്ട്, അവരാണ് പണിയെടുക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിങ് സെല്ല് മറ്റവർക്ക് ഓടി നടന്ന് എല്ലായിടത്തും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരാണ് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിങ് സെൽസ് ആണ്. അവിടെ 8 മെമ്പേഴ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാന്ന് പഠിച്ചിരിക്കണം. അഡീഷണൽ രജിസ്ട്രാർ, പ്ലാനിങ് ആൻഡ് ICDP നമ്മളോട് പറഞ്ഞില്ലേ, അതിൻ്റെ അഡീഷണൽ രജിസ്ട്രാറാണ് ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പ്ലാനിങ് ആൻഡ് ICDPയുടെ അഡീഷണൽ രജിസ്ട്രാറാണ് ഇവിടെ ചെയർമാൻ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിങ് സെല്ലിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്. പിന്നെ വേറെ ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചെയർമാനെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എല്ലാറ്റിനും ചെയർമാനെ മാത്രം പഠിക്കുക, എല്ലാം കൂടി പഠിക്കൽ എളുപ്പമല്ല. ഓക്കെ, ഇവിടെ അഡീഷണൽ രജിസ്ട്രാറാണ് ചെയർമാനായിട്ടുള്ളത്. പ്ലാനിങ് ആൻഡ് ICDPയുടെ അഡീഷണൽ രജിസ്ട്രാറാണ് ഇവിടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവർ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ഈ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് സെല്ലിനാണ് കൂടുതൽ ഡ്യൂട്ടികളുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അവരാണ് അനലൈസ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും ഈ പ്രോജക്റ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ. അതായത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അവരാണ് സ്ക്രൂട്ടിനി ചെയ്യുന്നത്. എന്നിട്ട് സ്പെഷ്യൽ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് കൊടുത്തതിൻ്റെയും കിട്ടിയതിൻ്റെയും എല്ലാ തരത്തിലുള്ള രജിസ്റ്റേഴ്സും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ, റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടും ഒക്കെ അവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സെല്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെല്ലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ അവർ ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. സൊസൈറ്റി അത് നല്ല രീതിയിൽ വിനിയോഗിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്നാണ് പോവുക. പിന്നെ ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആർക്ക്? രജിസ്ട്രാർക്കാണ് സബ്മിറ്റ് ചെയ്യുക. ഇനി ഇവരുടെ താഴെ ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. മറ്റേത് സ്റ്റേറ്റ് ലെവലായിരുന്നു, ഇത് ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാനായിട്ട് വരിക ആ ഡിസ്ട്രിക്റ്റിലെ തന്നെ JR ആണ് കേട്ടോ. ജോയിൻറ്റ് രജിസ്ട്രാറാണ്, ജനറലാണ് ചെയർമാനായിട്ട് വരിക. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ വരുന്നത് ആ ഡിസ്ട്രിക്റ്റിലെ തന്നെ ജോയിൻറ്റ് രജിസ്ട്രാറാണ് ജനറൽ ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ നോർമലി നമ്മൾ പറഞ്ഞ പ്രസിഡൻറ്റ് ഓഫ് ദ CCU ഡിസ്ട്രിക്റ്റിൽ അതുണ്ടാവും. പിന്നെ ഡിസ്ട്രിക്റ്റ് ജോയിൻറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ പ്ലാനിങ്, അങ്ങനെ കുറേ ആൾക്കാർ. ഓൾ താലൂക്ക് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർസ് ഉണ്ടായിരിക്കും. ആ ഡിസ്ട്രിക്റ്റിലുള്ള താലൂക്കിലുള്ള എല്ലാ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരും ഉണ്ടായിരിക്കും. അവർക്കാണ് ഇത് കിട്ടുന്നത്. സ്ക്രൂട്ടിനി ചെയ്യുന്നു ആപ്ലിക്കേഷൻസൊക്കെ. ഈ റീവൈറ്റലൈസേഷൻ ആവശ്യമാണോ, സൊസൈറ്റിക്ക് റിസീവ് കിട്ടിയ, എന്നിട്ടാണ് അപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിനെ അറിയിക്കുന്നതും. ആരിലൂടെ? രജിസ്ട്രാറിലൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റി സൂപ്പർവൈസ് ചെയ്യും. യൂട്ടിലൈസേഷനും റീപേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവിഷൻ നടത്തുന്നതും യൂട്ടിലൈസേഷൻ നടത്തുന്നതും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി അവർ വ്യക്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യും കേട്ടോ. ഇത് കമ്മിറ്റി ഷോൾ മീറ്റ് ക്വാർട്ടർലിയാണ് മീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല അവർ പെർഫോമൻസ് റിവ്യൂ റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് സെല്ലിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ താലൂക്ക് ലെവലിലുണ്ട് കേട്ടോ. താലൂക്ക് ലെവലിൽ AR ജനറലാണ് കൺവീനറായിട്ട് വരിക. ഓക്കെ, താലൂക്ക് ലെവലിൽ ആരാണ്? AR ജനറലാണ് കൺവീനറായിട്ട് വരിക. അപ്പോൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഈ പ്രധാനപ്പെട്ട ആൾക്കാരെ എന്തായാലും നോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ഉണ്ട്, പ്രസിഡൻറ്റ് ഓഫ് ദ CCU ഉണ്ട്, നോട്ട് ലെസ് ദാൻ 5 അംഗങ്ങളിൽ കുറയാത്ത CCUവിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ നിന്നുണ്ട്. കമ്മിറ്റി ഷോൾ ഓവർസീ ദ അലോക്കേഷൻ, യൂട്ടിലൈസേഷൻ ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ഫണ്ട് അലോട്ടഡ് ടു സൊസൈറ്റീസ് അറ്റ് ദ താലൂക്ക് ലെവൽ ആൻഡ് ടു പ്രൊവൈഡ്, അതിനാവശ്യമായ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഈ താലൂക്ക് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി മന്ത്ലിയാണ് കൂടുന്നത് കേട്ടോ. എന്നിട്ട് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലുള്ള ഡിസ്ട്രിക്റ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് കൊടുക്കുക. ഇനി സൊസൈറ്റി ലെവലിലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ കൺവീനർ
കൺവീനറായിട്ട് വരുന്നത് അവിടെയുള്ള യൂണിറ്റ് ഇൻസ്പെക്ടറാണ്. ഒരു യൂണിറ്റ് ഇൻസ്പെക്ടറെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് യൂണിറ്റ് ഇൻസ്പെക്ടറാണ്. അവിടെ ആ യൂണിറ്റിൻ്റെ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് കൺവീനറായിട്ടുണ്ടാവുക. പിന്നെ കൂടാതെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സൊസൈറ്റിയിലെ കൺസേൺഡ് പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും, അവരാണ് ചെയർമാനാവും. അപ്പോൾ ഇവിടെ മാത്രം കൺവീനറും ഉണ്ട്, ചെയർമാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആവും ഇവിടെ എന്തായിട്ട് വരിക, ചെയർമാനായിട്ട് വരിക. ഓക്കെ. പിന്നെ മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ട്, ഓഡിറ്റർ ഉണ്ട്, ഓഫീസർ അപ്പോയിൻറ്റഡ്, രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ട്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊരു ഓഫീസർ വരും. ഇവരൊക്കെ കൂടി ചേർന്നതാണ് സൊസൈറ്റി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. അപ്പോൾ സൊസൈറ്റി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആരാണ് കൺവീനർ എന്ന് വെച്ചാൽ യൂണിറ്റ് ഇൻസ്പെക്ടറാണ്. പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയുടെ കൺസേൺഡ് പ്രസിഡൻ്റാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്ററിനെയാണ് ആ ഒരു അധികാരത്തിൽ ഇരുത്തുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഡിറ്റാണ് കേട്ടോ. ഇവരുടെ ഓഡിറ്റിൻ്റെ കാര്യമാണ് പറയണത്. ഓഡിറ്റ് ഈ DCA തന്നെ നടത്തണം. ഷോൾ കണ്ടക്ട് ദ ആനുവൽ റിപ്പോർട്ട്. പ്രൊജക്റ്റ് സ്കീമൊക്കെ എന്ത് ചെയ്യണം, സ്കീമൊക്കെ നന്നായി നോക്കേണ്ടത് ഓഡിറ്ററുടെ ചുമതലയാണ്, DCAയുടെ ചുമതലയാണ് കേട്ടോ. മറ്റ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ അവരുടെ ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദ സ്കീം ഷോൾ ബി സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ഫണ്ട് അനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഓക്കെ. ആർക്കാണ് പ്രഥമമായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ടത് അതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക. പിന്നെ ഗവൺമെൻറ്റിനാണ് അതോറിറ്റി ഉള്ളത്. എന്ത് അമെൻമെൻറ്റ്സ് നടത്തണമെങ്കിലും അതോറിറ്റി ആർക്കാണ്, ഗവൺമെൻറ്റിനാണ്. എന്നാൽ ഗവൺമെൻറ്റിന് ചില റിലാക്സേഷനൊക്കെ കൊടുക്കാനുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോയിൻറ്റുകളൊന്നും കൂടി ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ ഒന്നുകൂടി പറയാം കേട്ടോ. കേരള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം 2024 ആണ്. ഓഗസ്റ്റ് 29, 2024 കേട്ടോ അത് വന്നിട്ടുള്ളത്. 57E കണക്ട് ചെയ്ത് വെക്കണം. 57E വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പറയാനുള്ളത് ഈ ഒരു മൊറട്ടോറിയം പീരീഡാണ്. ഫസ്റ്റ് 2 years, മറ്റത് 5 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ അടയ്ക്കണം. 5 to 10 years ആണ് കൊടുക്കുന്നത്. ഇവിടെ പരമാധികാരി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് കേട്ടോ. അവരാണ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഇൻസ്റ്റാൾമെൻറ്റ് സ്ട്രക്ചറും ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് വരുന്നത് ആരാണ്? കസ്റ്റോഡിയനായിട്ട് വരുന്നത് രജിസ്ട്രാർ തന്നെയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫണ്ട് 50% ആരുടെ, റിസർവ് ഫണ്ടിൽ 50% കൂടാതെ അധികരിക്കാത്ത തുക എന്ത് ചെയ്യണം, ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ കൂടാതെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലാണെങ്കിലും നിക്ഷേപിച്ച തുകയുടെ 50% അധികരിക്കാത്ത തുക എന്ത് ചെയ്യണം, ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അവർക്ക് അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു പോലെ തന്നെ പലിശ നിരക്ക് അവർക്ക് അവൈലബിൾ ആവും കേട്ടോ. കുറയില്ല, എന്തായാലും കൂടുകയുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സ്കീമൊക്കെ. പക്ഷേ രജിസ്ട്രാറാണ് ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് വരുന്നത്. രജിസ്ട്രാറിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റിവൈവൽ സ്കീം ഉണ്ടാക്കുന്നത് ആ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി തന്നെയാണ്. അവരെന്ത് ചെയ്യും, അവരവരുടെ തൊട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ആർക്കാണോ തൊട്ട് മുകളിൽ അതോറിറ്റി ഉള്ളത് അവർക്ക് കൊടുക്കും. അവർ കൈമാറിയാണ് ഇത് എവിടെ എത്തുക, ഈ മുകളിലുള്ള സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലൊക്കെ എത്തുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം മാത്രമാണ് പ്രവർത്തനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചെയ്തു തുടങ്ങുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ നോട്ട്സ് കൊടുത്ത കുട്ടികൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവിടെ വന്ന് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് നോട്ട്സൊക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ നന്നാവുന്നുണ്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് പഠിക്കും കൂടി വേണം കൂടെ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളിങ്ങനത്തെ നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്